അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സ്നേഹമുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ഇത്രയേറെ ആദർശ ബന്ധുക്കളെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ ഇതിൻ്റെ പ്രവർത്തകന്മാർ പരിശ്രമിച്ചത് ഒരു വലിയ പുണ്യകർമ്മമാണ്. അല്ലാഹു തആല ഈ ഒരു ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ കോടതിയിൽ ഉന്നതമായ പ്രതിഫലം കിട്ടുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നമ്മൾ കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ, എന്താണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കളങ്കമില്ലാത്ത തൗഹീദ്, കറപുരളാത്ത തൗഹീദ്, തികഞ്ഞ ഏകദൈവ വിശ്വാസം. 916 കാരറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ സ്വർണത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ തീർത്തും കലർപ്പില്ല, ശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്ക് തോന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ഒട്ടേറെ സംഘടനകളുണ്ട് ഇവിടെ, ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. പക്ഷേ നേരായ വഴിയിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്. വ്യതിചലിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്തിയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുടെ വചനവുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, മഹാനായിട്ടുള്ള അമ്പിയാക്കളും മുർസലീങ്ങളുമൊക്കെ പ്രബോധനം ചെയ്തിട്ടുള്ള വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള സംശുദ്ധമായ പരിപാവനത്വം നിറഞ്ഞ പരിശുദ്ധമായിട്ടുള്ള ആദർശം തൗഹീദ്, അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേർവിപരീതം എന്താ? പറയൂ. ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധന, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുമ്പോൾ പല രൂപത്തിലും പല സന്ദർഭങ്ങളിലും ആളുകളിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്. ഇപ്പോൾ പല പ്രദേശങ്ങളിലും ഈ ഹൗസ് വാമിങ്ങിന് പാല് കാച്ചൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പാല് കാച്ചൽ എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പാല് കാച്ചുക എന്നുള്ളത് അഗ്നിദേവനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഉള്ള ഒരു ആരാധനാ കർമ്മമാണ്, ഒരു ഇബാദത്താണ്. ഭക്ഷണം, അന്നം അത് തരുന്നത് അഗ്നിദേവനാണ്. അതുകൊണ്ടൊരു വീട്ടിലേക്ക് താമസം മാറ്റി അവിടെ താമസം ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് പ്രീതിപ്പെടുത്തേണ്ടത് അഗ്നിദേവനെയാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാല് കാച്ചണം, മൺകലത്തിൽ പാല് കാച്ചണം. സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത്, പ്രഭാതത്തിൽ ഗണപതി ഹോമം നടത്തിയിട്ടുള്ള ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നി എടുത്തുകൊണ്ട്, എവിടെന്നെങ്കിലും അഗ്നി കൊണ്ടുവന്നാൽ പോരെ, ശരിക്ക് ഹോമകുണ്ടത്തിൽ നിന്ന് എടുക്കുന്ന അഗ്നി, ആ അഗ്നി കൊണ്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിൽ മൺകലത്തിൽ പാല് തിളപ്പിക്കാം. പാല് തിളച്ച് മറിഞ്ഞ് അതൊന്ന് അടുപ്പിലേക്ക് വീഴണം.
അല്ല എങ്കിൽ സ്പൂണ് കൊണ്ട് എന്ത് ചെയ്യണം, 3 പ്രാവശ്യം എടുത്ത് ആ പിന്നെ തീയിലേക്ക്, അഗ്നിയിലേക്ക് പിന്നെ ചൊരിയണം. എന്നിട്ട് അഗ്നിദേവനെ പ്രീതിപ്പെടുത്തണം. എന്നാലാണ് ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ശിർക്ക് കലർന്നിട്ടുള്ള ബഹുദൈവ വിശ്വാസമുള്ള ഒരു ആരാധനാകർമ്മം എത്രയോ മുസ്ലിം കുടുംബങ്ങൾ അത് പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒട്ടേറെ സംഭവങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ശിർക്ക് വരിക എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോയി, ക്ഷേത്രത്തിൽ പോയി ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും തൊഴുകയോ അങ്ങോട്ട് വഴിപാട് നടത്തുകയോ മാത്രമല്ല, അല്ലെങ്കിൽ ശബരിമലയിലേക്കോ ഗുരുവായൂരിലേക്കോ പോകുന്നത് മാത്രമല്ല ശിർക്ക്. ഒട്ടേറെ വഴികളിൽ ശിർക്കുണ്ട്. ഇതാ ഇപ്പോൾ ഹജ്ജിന് പോയിട്ടുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ട്. ചില ആളുകൾ മടങ്ങിയിട്ടുണ്ട്. ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ മർമ്മം എന്താണ്? തൗഹീദാണ്. എവിടെ നോക്കിയാലും തൗഹീദാണ് പ്രിയമുള്ളവരെ. അതിൻ്റെ തൽബിയത്ത് നോക്കൂ, അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നോക്കൂ, ഒക്കെ തൗഹീദല്ലേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ തൽബിയത്ത് എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോയ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സഹീഹ് മുസ്ലിമിലൊക്കെ ബാബു സിഫത്തി ഹജ്ജിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ ഹജ്ജിന്റെ രൂപം വിശദീകരിക്കുന്ന ഭാഗത്ത് ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ് അതിൻ്റെ നിവേദകൻ. അതിൽ പറയുന്നുണ്ട്, ഈ തൽബിയത്ത് പറയുമ്പോൾ ഫഅഹല്ലഹു ബിത്തൗഹീദ്, തൗഹീദ് പ്രഖ്യാപിച്ചു, തൗഹീദിന്റെ ആ ശബ്ദം മുഴക്കി എന്നാണ്. എന്താണ് തൗഹീദിന്റെ ശബ്ദം? ഈ തൽബിയത്താണ്. ഈ തൽബിയത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ഏകത്വമാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല എന്നുള്ള ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലുള്ള അവരുടെ ആ പിന്നെ തവാഫിന്റെ അല്ലെങ്കിൽ അവരുടെ ഹജ്ജിന്റെ ഉംറയുടെ കർമ്മത്തിലൊക്കെയുള്ള തൽബിയത്ത് എന്താ? അവരും തൽബിയത്ത് മുഴക്കിയിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീകൻ ഇല്ലാ ശരീകൻ ഹുവ തംലികുഹു വമാ മലക് എന്നിങ്ങനെയുള്ള ഒരു പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു പങ്കാളിയുമില്ല, ഇല്ലാ ശരീകൻ, ഒരാളൊഴികെ. ആ അവൻ എന്താണ്? അവൻ ഉടമപ്പെടുത്തുന്നത് തംലികുഹു വമാ മലക്, നീ അവനെയും അവൻ ഉടമപ്പെടുത്തുന്നതും നീ ഉടമപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തൽബിയത്താണ്. അപ്പോൾ സഹോദരങ്ങളെ, ആ തൽബിയത്തുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കുക, അതൊക്കെ തൗഹീദ്, എവിടെയും തൗഹീദാണ്. പക്ഷേ പല ആളുകളും മനസ്സിലാക്കുന്നത് എന്താ പറയുക, ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് നമുക്കറിയാം, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഇന്നി അഅലമു അന്നക ഹജറുൻ, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ലാ തൻഫഉ വലാ തളർ, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്? വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബൽതു കമാ ഖബ്ബൽതു, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്നാ. അപ്പോൾ ആ കല്ലിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല, മറിച്ച് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയും ആർക്കാണ്? പറയൂ, അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. നിങ്ങൾ നോക്കൂ, ഈ ചില ആളുകൾ ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഈ മുടിയിൽ നിന്ന് മുടിവെള്ളം എന്ന് കേട്ടിട്ടില്ലേ? മുടിവെള്ളം, അതുപോലെ തന്നെ അതെന്താ, പ്രവാചകന്റെ കേശമിട്ടിട്ടുള്ള പിന്നെ വെള്ളം, അതിൽ നിന്ന് ബറക്കത്ത്, അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ബറക്കത്തുണ്ടാകും. ഇതുപോലെ ചില ആളുകളുടെ വിശ്വാസം എന്താ അറിയോ? സംസത്തിൽ നിന്ന് നമുക്ക് ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിനോ ഉംറക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന മോതിരം ധരിച്ചാൽ ആ മോതിരം നമുക്ക് ദോഷം തടയും, അതുപോലെ നന്മ പ്രദാനം ചെയ്യും എന്നൊക്കെയുള്ള വിശ്വാസം. സത്യത്തിൽ ഇങ്ങനെ ഈ ബറക്കത്തെടുക്കുക, തബറുക്ക് എന്ന പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ എന്താണ്? നിങ്ങൾ നോക്കൂ, നമ്മളെ തൗഹീദ് എന്ന് പറയുന്നത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക അല്ലാഹുവിൽ നിന്നാണ് ഈ ബറക്കത്ത്, അനുഗ്രഹം ലഭിക്കുക. അതിന് യാതൊരു വ്യത്യാസവുമില്ല, യാതൊരു മാറ്റവുമില്ല.
ഒരിക്കലും സംസത്തിൽ നിന്നോ ഹജറുൽ അസ്വദിൽ നിന്നോ അല്ലെങ്കിൽ മോതിരത്തിൽ നിന്നോ ഒന്നുമല്ല, മറിച്ച് എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അതിനെന്താണ് തെളിവ്? നിങ്ങൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അത്തഹിയാത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വലാത്ത്. ഞാൻ എൻ്റെ ആമുഖത്തിന് ആ സ്വലാത്ത് ചൊല്ലി, വെരി ഗുഡ്, ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലേ? ആ സ്വലാത്തിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സ്വലാത്തിന്റെ രണ്ടാമത്തെ ഭാഗം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചൊരിയണമേ, വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിയണമേ. അപ്പൊ മുഹമ്മദ് നബിക്ക് ബർക്കത്തിന് വേണ്ടി, അതുപോലെ നബിയുടെ കുടുംബത്തിന് ബർക്കത്തിന് വേണ്ടി ആരോടാ തേടുന്നത്? അള്ളാഹുവിനോടാണ്. ഈ ആളുകൾ എന്തെന്നാ പ്രതീക്ഷിക്കുന്നത്? നബിയുടെ മുടിയിൽ നിന്ന്. നബി അള്ളാഹുവിൽ തേടുന്നു, ഈ ആളുകളൊക്കെയോ മുടിയിൽ നിന്ന് തേടുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ കിടിഞ്ഞു വിറ്റിട്ടാണെങ്കിലും ഒറിജിനൽ മുടിയാണെങ്കിൽ ഞാൻ ആ വെള്ളം കിട്ടാൻ, ബർക്കത്ത് നേടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ക്യൂ നിൽക്കും എന്ന് പറയണ്ടായി. ആരാ പറഞ്ഞത്? ഈ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഈ കേരളക്കരയിൽ പ്രവർത്തിക്കുന്ന പിന്നെ ഒരു വിഭാഗത്തിൻ്റെ വലിയൊരു നേതാവാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കൽ എത്രമാത്രം അധപ്പതിച്ചു, അതല്ലെങ്കിൽ ഷിർക്കൻ വിശ്വാസങ്ങൾ കടന്ന് കയറുന്ന രംഗം നമ്മൾ മനസ്സിലാക്കുക. ബറക്കത്ത് അല്ലാഹുവിൽ നിന്നാണ്, അതല്ലാതെ കല്ലിൽ നിന്നോ മോതിരത്തിൽ നിന്നോ സംസത്തിൽ നിന്നോ അല്ല. സംസം എന്ന് പറയുന്നത് അനുഗ്രഹീതമായിട്ടുള്ളൊരു വെള്ളമാണ്, അതിൽ സംശയമില്ല. കാരണം മഹാനായിട്ടുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ കുഞ്ഞുനാൾ മുതൽ ഇന്നേ വരെ ആ സംസം അവിടെ ഉണ്ട്. എത്രയോ ആളുകൾ അത് കൊണ്ടുപോകുന്നു. അത് അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ മക്കയിൽ വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സംസം വെള്ളം. പക്ഷേ നമ്മൾ ബറക്കത്ത് എവിടുന്നാ പ്രതീക്ഷിക്കേണ്ടത്? അത് സംസത്തിൽ നിന്നല്ല, അത് കല്ലിൽ നിന്നോ മരത്തിൽ നിന്നോ അല്ല, മോതിരത്തിൽ നിന്നല്ല, മറിച്ച് ജല്ല ജലാലായ പടച്ച റബ്ബിൽ നിന്ന്. അതാണ് ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീൽ 357 നമ്പറായിട്ട് നൽകുന്ന ഒരു വചനമുണ്ട്. ആ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം എന്താ അറിയോ? നബിയും സഹാബത്ത് ഒരു യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ അവർക്ക് വെള്ളമില്ല, വെള്ളം അല്പം മാത്രമേ ഉള്ളൂ വെള്ളം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ആ ഉള്ള വെള്ളം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പ്രവാചകൻ ആ വെള്ളത്തിൽ തൻ്റെ കൈ പ്രവേശിപ്പിച്ചു. എന്നിട്ട് അതാ കൈ എന്ത് ചെയ്തു? ആ കൈയിലൂടെ ഇങ്ങനെ ധാരാളം വെള്ളം വന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹയ്യ അല തഹൂർ അൽ മുബാറക്, നിങ്ങൾ ഈ വെള്ളത്തിനായിട്ട് ആവശ്യമുള്ള ആളുകളൊക്കെ വെള്ളത്തിന് വരിക, എന്നിട്ട് കുടിക്കുകയോ വുളൂ ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ വന്നു. ആ സന്ദർഭത്തിൽ സ്വഹീഹുൽ ബുഖാരിയിൽ 357 നമ്പറായി നൽകിയിട്ടുള്ള ആ ഹദീസിൽ പറയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വൽ ബറകത്തു, വൽ ബറകത്തു പറഞ്ഞാൽ ബറകത്ത് മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാകുന്നു. വൽ ബറകത്തു മിനല്ലാഹ്, ബറകത്ത് എവിടുന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. ഇതിന്റെ നമ്പറൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. സ്വഹീഹുൽ ബുഖാരിയുടെ 357. എന്താ നബി എന്താ പഠിപ്പിക്കുന്നത്? എൻ്റെ മുടിയിൽ നിന്നല്ല ബറക്കത്ത്. മക്കത്തോ മദീനത്തോ പോകുമ്പോൾ ആ പുരുഷന്മാർക്ക് മോതിരം തരികും. 1 2 റിയാലോ അല്ലെങ്കിൽ 10 50 റിയാലിനൊക്കെ വാങ്ങുന്നതായിരിക്കാം. പക്ഷേ എന്നിട്ട് ആളുകൾ എന്താ വിശ്വസിക്കുന്നതെങ്കിൽ ഇതുണ്ടെങ്കിൽ ദോഷം തടയുന്നു. നഊദുബില്ല. ദോഷം തടുക്കാൻ ആരെ കൊണ്ടാ കഴിയുള്ളൂ? റബ്ബിനെ കൊണ്ടാണ്. അപ്പോൾ ഈ ബറക്കത്ത് എന്നുള്ളത് അല്ലാഹുവിൽ നിന്നാണ് എന്നാണ്. നമ്മൾ ദിവസേന പാരായണം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് കേട്ടില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. തബാറക, അതിൻ്റെ ആരംഭം എങ്ങനെയാണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ അതിൻ്റെ അർത്ഥം? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഏതൊരുവന്റെ കയ്യിലാണോ ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അവൻ അനുഗ്രഹ സമ്പൂർണനാണ്. ആരാണത്? ബർക്കത്തുടയവനാണ്. അതാരാണ്?
അള്ളാഹു. ബർക്കത്ത് ആരിൽ നിന്നാ കിട്ടുക? അള്ളാഹുവിൽ നിന്ന്. അപ്പോ ബർക്കത്തിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ മരത്തിൽ നിന്ന് ബർക്കത്ത് പ്രതീക്ഷിച്ചിരുന്നു. പറ്റുമോ? അതെന്താ? ശിർക്കാണ്. എത്ര സംഭവങ്ങളുണ്ട്. ഹുനൈൻ യുദ്ധത്തിന്റെ സംഭവം നിങ്ങൾ കേട്ടില്ലേ? ഹുനൈൻ യുദ്ധത്തില് ഈ മുശ്രിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ബറക്കത്ത് കിട്ടാൻ അവരുടെ വാളുകളൊക്കെ കൊളുത്തു വെക്കാൻ ദാഖു അൻബാത്ത് എന്ന് പറയുന്ന വൃക്ഷം ഉണ്ടായിരുന്നു. നിങ്ങൾ പലപ്പോഴും കേട്ട സംഭവമായിരിക്കാം. നബിയോട് സ്വഹാബികൾ പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു, പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കും അതുപോലൊരു ദാത്തു അൻബാത്ത് വേണം. എന്തിനാണത്? വാളുകൾ കൊളുത്തി വെക്കാൻ, ബറക്കത്ത് കിട്ടാൻ, അനുഗ്രഹം ഉണ്ടാകാൻ. നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനാണ്. ഇത് ആര് പറഞ്ഞതുപോലെയാണ്? കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ജനത പറഞ്ഞതുപോലെയാണ്. മൂസാ നബിയുടെ ജനത പറഞ്ഞേ, അവർക്ക് ഇലാഹുള്ളതുപോലെ അവർക്ക് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ആരാധ്യനെ തരണം എന്നാണ് മൂസാ നബിയുടെ ജനത പറഞ്ഞത്. അപ്പോൾ ഈ ബറക്കത്തിന് വേണ്ടിയിട്ട് ഒരു മരത്തെ ആശ്രയിക്കുക എന്നുള്ളത് ഇലാഹിനെ ചോദിക്കുന്നതിന് തുല്യമാണ് എന്ന ഹദീസ് പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മുടിയിൽ നിന്ന്, മുടി വെള്ളത്തിൽ നിന്ന്, അതുപോലെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിച്ചാൽ അത് ഇലാഹിനെ തേടുന്ന പോലെ വലിയ ശിർക്കൻ വിശ്വാസമായിരിക്കും എന്നുള്ളതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാൻ നമ്മൾ ആരിൽ നിന്ന് ബറക്കത്ത് തേടണം? അല്ലാഹുവിൽ നിന്ന് തേടണം. ഞാൻ ചോദിക്കട്ടെ, തൗഹീദ് എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രമേ ആരാധന പാടുള്ളൂ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് അർത്ഥം വരുന്ന ആയത്തേതാണ്? പറയൂ. അൽഹംദുലില്ലാഹ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാഥാ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, അല്ലേ? നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം, നമ്മൾ എല്ലാ സംഗതികളും ഇബാദത്തൊക്കെ അല്ലാഹുവിനോട്. വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ വീട്ടിൽ ചെന്നാൽ ഉമ്മയോട് ചായ ചോദിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോട് നീ ആ പിന്നെ ബുക്കൊന്ന് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ആ പേനയൊന്ന് തരൂ എന്നൊക്കെ ആ സഹായം തേട്ടമോ? കൃത്യമായി അത് മനസ്സിലാക്കി ചില ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. എന്താ അറിയോ? ഇയ്യാക നസ്തഈൻ, നാഥാ, ഞങ്ങൾ നിന്നോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ എന്നുള്ള ആ ഭാഗത്തിൻ്റെ അർത്ഥം അവിടെ പറയുന്ന സഹായതായിട്ട് എന്താ അറിയോ? ഇവിടെ നേരിട്ട് നമ്മൾ ഉമ്മയോട് കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെയോ കടയിൽ ചെന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് പോലെ അല്ല, മറിച്ച് അഭൗതികമായ രൂപത്തിൽ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം. അതാരോടെ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രം. അതാണ് വ ഇയ്യാക നസ്തഈൻ. ഉദാഹരണം പറയാം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ നടന്നു പോകാൻ, ഒരു വഴിയിലൂടെ നടന്നു പോകാൻ, സാധാരണ അദ്ദേഹം നടക്കുന്ന വഴിയാണെന്ന് വിചാരിച്ചോളൂ. ഈ ഒരു 3 അടി 4 അടി വീതിയുള്ള പിന്നെ 1 2 ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന എത്രയോ വഴികളില്ലേ, അതിലൂടെ നടക്കാൻ ഒരാൾ. അപ്പൊ അദ്ദേഹം പരിചയമുള്ള വഴിയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നത് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മൂർഖൻ, ഒരു വലിയ സർപ്പം. അപ്പൊ അദ്ദേഹം പറയാണ്, യാ ശൈഖ് മുഹിയുദ്ദീൻ. അതെന്താണ്? ഈ മൂർഖന്റെ കടയിൽ നിന്ന്, അങ്ങനെ മരണത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? എനിക്ക് കാണാത്ത, അറിയാത്ത, മറഞ്ഞ മാർഗത്തിലൂടെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നെ രക്ഷിക്കണം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കുന്നത്. അതാർക്കുള്ള ആ സഹായതേട്ടം? അത്തരം സഹായതേട്ടം ആരോടേ പറ്റുള്ളൂ? അള്ളാഹുവിനോട്. അള്ളാഹുവിന് പുറമെയുള്ളവരോട് ചെയ്താലോ അത് ശിർക്കാണ്. വേറൊരാൾ പറയാൻ പടച്ച റബ്ബേ എന്ന് പറയാൻ, അതെന്താണ്? തൗഹീദാണ്. ഈ മൂർഖൻ മുന്നിൽ ചാടുമ്പോൾ റബ്ബേ എന്ന് വിളിച്ച് പറയാൻ, അപ്പൊ എന്താണ്? അത് തൗഹീദാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ,
ഇങ്ങനെ ഒരാൾ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാൽ അതിൻ്റെ അപകടം എന്താണ് അതിൻ്റെ അപകടം? അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ഷിർക്കാണ്. ഷിർക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപം എന്താണ്? ഷിർക്കാണ്. നമ്മളത് കുറേ കാലമായി കേട്ടിട്ട്, പക്ഷേ മുസ്ലിം സമുദായം ഷിർക്കിൻ്റെ ഗൗരവം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഷിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ നമ്മുടെ നാട്ടിൽ ജാറങ്ങളുണ്ടാകുമോ? നമ്മുടെ നാട്ടിൽ എത്ര ഈ കോഴിക്കോട്ടങ്ങാടിയിൽ എത്ര ഷെയ്ഖിൻ്റെ ഒരുപാട് പള്ളി എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ മക്കാമുണ്ട് പല സ്ഥലത്തും. എങ്ങനെയാണ് മക്കാമുകളും ദർഗകളും ഇങ്ങനെ ഉണ്ടാകുന്നത്? ഷിർക്ക് എന്താണെന്നോ ഷിർക്കിൻ്റെ ഗൗരവം എന്താണെന്നോ ആളുകൾ കൃത്യമായി അറിയുന്നില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ അതിൻ്റെ 72-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കാൻ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നിശ്ചയം ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് അല്ലാഹു തആല സ്വർഗം ഹറാമാക്കി. സ്വർഗം അവന് കിട്ടുകയില്ല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ഷിർക്ക് ചെയ്താൽ പിന്നെ അവന് സ്വർഗം കിട്ടൂല. ഒരാൾ ഹജ്ജ് ചെയ്തു, ഹജ്ജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഏകത്വം, അള്ളാഹിൻ്റെ വഹദാനിയത്ത്, അള്ളാഹു ഏകനാണ്, അവന് യാതൊരു പങ്കാളിയുമില്ല എന്നിങ്ങനെ വിളിച്ചു പറയാ. നിങ്ങൾ നോക്കൂ, ഹജ്ജിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം ഏതാണ് പറയൂ? അറഫ അല്ലേ? അൽഹംദുലില്ലാഹ്. അറഫയിൽ പിന്നെയുള്ള ഏറ്റവും മഹത്വമേറിയ പ്രാർത്ഥന ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ്. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ പ്രാർത്ഥന അതെന്താണ്? തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ളത്. അങ്ങനെ തൗഹീദ് നിരന്തരം പ്രഖ്യാപിക്കുന്ന ഒരു രംഗമാണ്, ഒരു ഇബാദത്താണ് എന്ത് ഹജ്ജ്. കല്ലെറിയൂലേ? ജംറകളിൽ കല്ലെറിയെന്ന് കേട്ടില്ലേ? ആ കല്ലെറിയുമ്പോൾ ഒരു കാര്യം പറയണം. എന്താണത് പറയേണ്ടത്? അല്ലാഹു അക്ബർ. 7 കല്ലെറിയണം ഓരോ ജംറയിലും. അപ്പോൾ കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം. അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ആ തൗഹീദ് ഇങ്ങനെ പറയാണ്, തൗഹീദ് പ്രഖ്യാപിക്കാൻ. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില സഹോദരങ്ങൾ എങ്ങനെ അറിയുള്ളൂ? അവര് ഹജ്ജിന് പോകുന്നത് തന്നെ ഏർവാടിയിലും അജ്മീറിലും നമ്മുടെ കാസർഗോഡുള്ള മാലിക് ബിൻ ദീനാറിന്റെ ദർഗ ഉൾപ്പെടെ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവിടുന്ന് അനുഗ്രഹം കിട്ടി എന്നുള്ള ആ ഒരു വികാരത്തോടു കൂടെയാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് കഴിഞ്ഞ് വന്നാലും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. നമ്മൾ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 72-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ഷിർക്ക് ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധമായി, അവന്റെ സങ്കേതം നരകമാണ് എന്നുള്ളതാ. നമ്മൾ ആലോചിച്ചു, എത്ര അപകടമാണ്. അപ്പോൾ ഷിർക്ക് സംഭവിച്ചാൽ നഷ്ടമാകുന്നത് ആ ജന്നാത്തുൽ ഫിർദൗസ്, സ്വർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലെ ഈ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ, നമുക്ക് അവരോട് ഒരു വിരോധമില്ല, പക്ഷേ അവര് ധാരാളമായിട്ട് ഷിർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അടുത്തൊരു സമ്മേളനം നടന്നല്ലോ ഈ എയർപോർട്ടിന്റെ അടുത്ത്. അത് പിന്നെ എന്ത് സമ്മേളനമായിരുന്നു? കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത് കേട്ടിട്ടുണ്ടോ? 10ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം അല്ലേ? 10ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു അല്ലേ? ആ സമ്മേളനം അൽഹംദുലില്ലാഹ് മനോഹരമായി കഴിഞ്ഞു. അതിനൊരു മറുപടി ഉണ്ടായിരുന്നു. കാന്തപുരം സമസ്തക്കാരൊരു മറുപടി വെച്ചു. CP ഉമർ സുല്ലമിക്കെതിരെ മാളിയേക്കൽ സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ വന്നിട്ട്, കുറേ വേറെ മുസ്ലിയാക്കന്മാർ വന്നിട്ട് CP ഉമർ സുല്ലമിക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് അവരെന്താ പറയുന്നത്? നിങ്ങൾ ഈ മൺമറഞ്ഞു പോയിട്ടുള്ള ഔലിയാക്കള്, ശുഹദാക്കള്, അവരോടുള്ള തേട്ടം അത് ഷിർക്കല്ല, തൗഹീദാണ് എന്ന് CP ഉമർ സുല്ലമിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതെന്താണ് അവരുടെ തെളിവരങ്ങൾ? ഇപ്പൊ തവാഫ് ഉണ്ടല്ലോ,
തവാഫ് എന്ന് പറയുന്നത് കുറേ ആളുകൾ ഇങ്ങനെ അമ്പലത്തെ ചുറ്റുന്നു, അമ്പലത്തിനിങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നു, കുറേ ആളുകൾ കഅബത്തെ തവാഫ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് തൗഹീദ്, ഒന്ന് ഷിർക്ക്, മനസ്സിലാകണ്ടല്ലോ. അങ്ങനെ ഓരോ ന്യായം പറഞ്ഞുകൊണ്ട് സുജൂദ് എത്ര തരണ്ട്? 2 തരണ്ടെന്ന് മുസ്ലിം പറയാം. അതായത് നമ്മൾ സുജൂദ് ചെയ്യുന്നു, നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്നു, അല്ലാത്ത സുജൂദ് ചെയ്യുന്നു, ആ കാര്യക്കാർ റബ്ബനാണ്. അതുപോലെ പിന്നെ മലക്കുകൾ സുജൂദ് ചെയ്തല്ലോ ആദമിനെ, അപ്പോൾ സുജൂദ് 2 തരമുണ്ട് എന്നതുപോലെ ദുആ 2 എണ്ണമുണ്ട്. ഒന്ന് അള്ളാഹുവിനുള്ള ഇബാദത്ത്, മറ്റൊന്ന് കേവലം അർത്ഥനയാണ്, അത് ഷിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷിർക്കിനെ ന്യായീകരിക്കാൻ, നഊദു ബില്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവർ എന്തെല്ലാം ഷിർക്കിൻ്റെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ സമ്മേളനത്തിന് മറുപടി ഉണ്ടായിരുന്നു. അവിടെ ഒട്ടേറെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയുണ്ടായി. ഈ ആളുകൾ ഒരു മനോഹരമായ ഗാനം ഇറക്കിയിരുന്നു. CM മടവൂരുണ്ടല്ലോ, ഈ CM മടവൂരെ കാക്കണേ തണലേകണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഗാനം. അത് കേട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, മക്കത്തെ മുശ്രിക്കുകൾ പോലും ഇങ്ങനെ കഠിനമായി ശിർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. ആ രൂപത്തിൽ നമുക്ക് അവരോട് ഒരു വെറുപ്പില്ല, പക്ഷേ ആദർശപരമായിട്ടുള്ള കടുത്ത വിയോജിപ്പുണ്ട് നമുക്ക്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിൽ അത്രമാത്രം ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് ഈ ആദർശത്തിൻ്റെ വിഷയത്തിൽ. മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒട്ടേറെ ആളുകൾക്ക് മഹാമാരി ബാധിച്ചിട്ടുണ്ട് ആദർശത്തിൻ്റെ വിഷയത്തിൽ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് പറഞ്ഞത്? CM മടവൂരാണെന്നാണ് പറഞ്ഞത്. ഒരു മുസ്ലിയാർ പറയാണ് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന്. അപ്പോൾ ഈ CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് ഒരാൾ വിശ്വസിച്ചാൽ എന്താകും? അത് തനിച്ച ശിർക്കും കുഫറുമാകും. കാരണം എന്താ? ലോകം നിയന്ത്രിക്കുന്നത് ആരാ? പറയൂ, അള്ളാഹുവാണ്. എന്താണ് ഇതിന് തെളിവ്? നമ്മൾ അള്ളാഹു എന്ന് പറഞ്ഞ പോലെ തെളിവെന്താണ്? പരിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ ആയത്തുകളുണ്ട്. സൂറ യൂനുസിന്റെ 31-ാമത്തെ വചനം, അതിൽ പറയാം, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സ്വാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംർ. എന്താ അല്ലാഹു തആല പറയാൻ? ചോദിക്കുക പ്രവാചകരെ, ആരാണ് ഉപരിലോകത്തു നിന്നും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ? ആരാണ് കേൾവിയും കാഴ്ചയും ഒക്കെ ഉടമപ്പെടുത്തുന്നവൻ? ആരാണ് നിർജീവമായ വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ? ആരാണ് ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നത്? ആരാണ് കാര്യങ്ങൾ ലോകത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്? അപ്പൊ അതിനുള്ള ഉത്തരം എന്താ? അവർ പറയും, അള്ളാഹുവാണെന്ന് പറയുന്ന. അപ്പൊ അവര് പോലും അള്ളാഹുവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നവനെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇവർ പറയാ CM മടവൂരാണ് എന്നുള്ളത്. അപ്പൊ ആ ഷിർക്കിന്റെ ഇത് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്കറിയുമോ, ശിഥില തന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലൊരു പുസ്തകം ഇറക്കപ്പെട്ടിട്ടുണ്ട്. പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പുസ്തകത്തില് ചോദ്യം എന്താണ്? ചോദ്യം അറിയും, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട്, അതായത് ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷേഖ് രക്ഷിക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടുന്നത്, വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ശ്രദ്ധിക്കണം, അവിടെയുള്ള പ്രയോഗം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ അതിന് തെളിവെന്ത് എന്നാണ്. അപ്പോൾ ഉത്തരം, ചോദ്യങ്ങൾ ഉത്തരങ്ങളാ ആ പുസ്തകത്തിൽ, മലയാളത്തിലുള്ള പുസ്തകത്തിൽ ഉത്തരം കൊടുക്കുക. അങ്ങനെ മരണപ്പെട്ടവരോടുള്ള പ്രാർത്ഥന അനുവദനീയമാണ്. അതിനുള്ള തെളിവ് ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ വയുതൂന സകാത വഹും റാക്കിഊൻ. സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാമെന്ന് മലയാളത്തിൽ പുസ്തകം എഴുതി പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണല്ലോ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓതിയല്ലോ ആയത്തില്ലേ, ഇയ്യാക നഅ്ബുദു, പറയൂ, വ ഇയ്യാക നസ്തഈൻ. അപ്പോ ഈ വചനാണ് അവർ ഓതിയത്. സത്യത്തിൽ എന്താണ് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത്? ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു
നിങ്ങളുടെ വലിയ അള്ളാഹുവും റസൂലുമാകുന്നു. എന്താണ് ഈ വലിയ എന്ന് പറഞ്ഞാൽ? വലിയന് പല അർത്ഥങ്ങളുണ്ട്. വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം മിത്രം എന്നാണ്, ആത്മസുഹൃത്ത് എന്നാണ് ഒന്ന്. വലിയന്റെ ബഹുവചനാണെന്ത്? ഔലിയ. മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഈ വലിയ മിത്രം അതാണ്. സാധാരണ ഔലിയാക്കൾ എന്ന് പറയാറുണ്ടല്ലോ. ആ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഈമാൻ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ഏറ്റവും അടുത്ത ഭക്തന്മാരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്കും ഔലിയ എന്ന് പ്രയോഗിക്കും. പക്ഷെ ഇവിടെ അർത്ഥം എന്താണ്? മിത്രം എന്നുള്ളതാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അള്ളാഹുവും റസൂലും ഈമാൻ സ്വീകരിച്ചവരുമാകുന്നു നിങ്ങളുടെ മിത്രം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. നമ്മൾ പറയുന്നതല്ല, ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ചില ആയത്തുകൾക്കൊക്കെ എന്തുണ്ടാവും? സബബുൻ നുസൂൽ ഉണ്ടാവും, അവതരണ പശ്ചാത്തലം ഉണ്ടാവും. അത് കേട്ട് കഴിഞ്ഞാൽ ആയത്ത് വ്യക്തമായി മനസ്സിലാക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മഹാനായിട്ടുള്ള ഇമാം ബഗവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മആലിമു തൻസീൽ എന്ന് പറയുന്ന കിതാബിൽ നൽകിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോഴേ ഈ ആയത്തൊക്കെ ഓതുമ്പോൾ ആ ആയത്ത് നിങ്ങൾ പറയുന്നത് പോലെയല്ല, അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഖാല ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു സലാം ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന ജൂത സമൂഹത്തിൽപ്പെട്ട എന്നാൽ മുസ്ലിമായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, ഇന്ന ഖൗമനാ ഖുറൈള വന്നളീർ. ഞങ്ങളുടെ ജനതയായിട്ടുള്ള ഖുറൈളക്കാരും നളീറുകാരും ഖദ് ഹജറൂന വഫാറഖൂന, ഞങ്ങളെ അവർ ഉപേക്ഷിച്ചു, ഞങ്ങളോടുള്ള ബന്ധം വിച്ഛേദിച്ചു. ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ഖുറൈളക്കാരും നളീറുകാരും ഞങ്ങളോടുള്ള ബന്ധം വിച്ഛേദിച്ചു. എന്തിന്റെ പേരില്? ഞങ്ങൾ മുസ്ലിം ആയതിന്റെ പേരിൽ. വഅഖ്സമു അല്ലാ യുജാലിസൂന, അവർ സത്യം ചെയ്തു ഞങ്ങളോടൊപ്പം ഇരിക്കുകയില്ല എന്ന്, നിങ്ങളോടൊപ്പം വേദി പങ്കിടുകയില്ല, ഒന്നിച്ചിരിക്കുകയില്ല എന്നവർ സത്യം ചെയ്തു എന്നാണ്. ഫനസലത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയിരുന്നാണ്. അപ്പോ നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ചപ്പോൾ അതുപോലെ തന്നെ ഒന്നിച്ചിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു സ്നേഹബന്ധം പുലർത്തുകയില്ല എന്നർത്ഥം. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. എന്താ ആയത്ത്? ഫഖറഅഹ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂൽ. അപ്പോൾ റസൂൽ എന്ത് ചെയ്തു? ഈ ആയത്ത് അവർക്ക് ഓദിച്ചു കൊടുത്തു. നിങ്ങളുടെ ആത്മബന്ധുക്കൾ, നിങ്ങളുടെ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതാരാ? അള്ളാഹുവും റസൂലും അതുപോലെ സത്യവിശ്വാസികളുമാകുന്നു എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലാതെ കഠിന ഹൃദയന്മാരായിട്ടുള്ള അങ്ങേറ്റം വർഗീയത പുലർത്തുന്ന ജൂതന്മാരോ അതുപോലെയുള്ള ആളുകളോ അല്ല എന്ന് പറയാൻ. എന്നിട്ട് അപ്പോൾ ഇദ്ദേഹം പറയാൻ, ഫഖാൽ യാ റസൂലല്ലാഹ് റളീനാ ബില്ലാഹി വബി റസൂലിഹി വബിൽ മുഅ്മിനീന ഔലിയാ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സത്യവിശ്വാസികളെയും ഔലിയാക്കളായി അഥവാ ആത്മമിത്രങ്ങളായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടില്ലേ ആ ഒരു ആയത്ത്? അതുപോലെ എത്രയോ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്നു. ഞാൻ മറ്റൊരു വശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാണ്. ചില ആളുകൾ പറഞ്ഞു, ഈ ജിന്നുകളുണ്ടല്ലോ, ജിന്നുകള് ഹയ്യാണെങ്കിൽ അഥവാ ജീവനുള്ളതാണെങ്കിൽ, ഖാദിറാണെങ്കിൽ കഴിവുള്ളവനാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ അങ്ങനെയുള്ള ജിന്നുകളോട് തേടാം എന്ന് പറയണ്ടായി. ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളാണ്. എത്രയോ ക്ലിപ്പുകൾ ലഭ്യമാണ്. അവര് ജിന്നിനോട് സഹായം തേടാം എന്നാണ് പറഞ്ഞത്. ശരിയാണോ പ്രിയമുള്ളവരെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തൗഹീദിന്റെ നേർവിപരീതമല്ലേ? എത്ര ആയത്തുകളുടെ വിശദീകരണത്തിലാണ് ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ മുശ്രിക്കുകൾ ജിന്നുകളോട് തേടാറുണ്ടായിരുന്നു എന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, സൂറത്ത് ഇസ്രാ അതിന്റെ 56-ാമത്തെ ആയത്ത്, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്ബീലാ.
ഏതാണ് ആയത്ത്? സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം 56-ാം സൂക്തം. അതിൽ പറയുക പ്രവാചകരെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ആ ശക്തികളുണ്ടല്ലോ, ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, നിങ്ങളിലുള്ള ദ്രോഹം, ബുദ്ധിമുട്ട് അതവർ മാറ്റുകയില്ല, അതിനുള്ള കഴിവ് അവർ ഉടമപ്പെടുത്തുന്നില്ല. വലാ തഹ്വീല, നിങ്ങളുടെ ഒരു അവസ്ഥ, ഒരു രൂപം മാറ്റാൻ, നിങ്ങളുടെ ഒരു സാഹചര്യം മാറ്റാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾക്കൊരു അസുഖമുണ്ടെന്ന് കരുതുക, ആ അസുഖം ഭേദമാക്കാൻ അവർക്ക് കഴിയോ? ഇല്ല. നിങ്ങളുടെ പ്രയാസം, ദുരിതം, ദുഃഖം അത് മാറ്റാൻ കഴിയോ? ഇല്ല എന്ന് ആയത്ത് ശരിക്ക് പഠിപ്പിക്കുക. ഈ ആയത്തിന്റെ വിശദീകരണത്തില് മഹാനായിട്ടുള്ള ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ജിന്നുകളോട് വബഅലുഹും കാനൂ യഅ്ബുദൂന നഫറൻ മിനൽ ജിന്ന്. കണ്ടോ, ജാഹിലിയ കാലഘട്ടത്തിൽ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളെ അവർ ആരാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആ പ്രാർത്ഥന തെറ്റാണ്, അത് ഇബാദത്താണ്, ശിർക്കാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ജിന്നുകൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷേ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? ഇത് മിമ്പറിൽ വെച്ച് പറയുന്നു, സമ്മേളനങ്ങളിൽ വെച്ച് പറയുന്നു. എന്നിട്ട് അത് മാത്രമല്ല, ജിന്നുകളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അവരാണ് യഥാർത്ഥ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്നവർ പറഞ്ഞു പരത്തി. സൗദി അറേബ്യയിലെ ആധികാരിക ഫത്വ ബോർഡ് എന്ന് പറയുന്ന അൽ ലജ്നത്തു ദായിമ അവരോട് ചോദിക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. അവർ പറഞ്ഞു, അൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ലുജൂഇ ഇലൈഹിം ഫീ ഖലാഇൽ ഹാജാതി മിനൽ ഇൽറാറി ബി അഹദിൻ ഔ നഫ്ഇഹി ശിർകുൻ ഫിൽ ഇബാദ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. അൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായതേട്ടം, വൽ ലുജൂഇ ഇലൈഹിം, അവരിലേക്ക് അഭയം തേടല്, അവരോട് രക്ഷ തേടൽ നടത്തം, ഫീ ഖലാഇൽ ഹാജാത്ത്, ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന്, മിനൽ ഇൽറാർ ബി അഹദിൻ, ഒരാൾക്ക് ദ്രോഹമുണ്ടാക്കാനോ, ഔ നഫ്ഇഹി, അല്ലെങ്കിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ഉപകാരം ഉദ്ദേശിച്ചുകൊണ്ടോ അവരോട് സഹായം തേടുക എന്നുള്ളത് ശിർകുൻ ഫിൽ ഇബാദ, അത് ആരാധനയുള്ള ശിർക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ജിന്നിനോടുള്ള സഹായതേട്ടം. എന്നിട്ട് അതിനുള്ള തെളിവെന്താ അവർ കൊടുക്കുന്ന കാര്യങ്ങള്? وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. സൂറത്തുൽ ജിന്നിൽ 6-ാമത്തെ ആയത്താണ്. മക്കത്ത് അന്നത്തെ ആളുകളെ, അറേബ്യയില് അവര് ജിന്നിൽപ്പെട്ട ചില ആളുകളോട് രക്ഷ തേടുമായിരുന്നു. അതവർക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോ സഹോദരങ്ങളെ, ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. ഓർക്കുക, ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, ശബരിമല അയ്യപ്പ കാക്കണേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജിന്നെ കാക്കണേ എന്ന് പറയുന്നത്. വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ ആരെയും കാണുന്നില്ല. ആ സന്ദർഭത്തിൽ ജിന്നുകളെ ഉദ്ദേശിച്ചുകൊണ്ട്, മലക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ട്, യാ ഇബാദല്ലാഹ് അഈനുനി, അല്ലാഹുവിന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ കാടാമ്പുഴ അമ്മയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ പച്ച ശിർക്കാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേരള നിദവത്തുൽ മുജാഹിദീൻ മർക്കസ് ഉദ്ദഅവയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്, അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പരിശുദ്ധമായിട്ടുള്ള തൗഹീദാണ്, കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ അടിയുറച്ച ഈ തൗഹീദ്, ഈ ഏകദൈവ വിശ്വാസം എന്ത് തന്നെ വന്നാലും ഇതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ, അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി മരണമടയുന്ന ആ ഒരു ആളുകളായി മാറാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസ്ഥാനം ഈ ലോകത്ത് ഇതുപോലെയുള്ള ഒരാദർശ പ്രസ്ഥാനം മറ്റൊന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. സ്വർഗത്തിൽ പോകുന്ന ആളുകൾ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് എന്ന് പറയുന്ന സ്വർഗത്തിലെ ഐശ്വര്യം കാണുമ്പോൾ എന്നതുപോലെ ഈ ചുറ്റുപാടിലുള്ള അന്ധവിശ്വാസങ്ങൾ
അതൊക്കെ കാണുമ്പോൾ ഈ നല്ല തൗഹീദിൽ നമ്മൾ അണിചേർന്നതിന് അതിന് തൗഫീഖ് തന്നവനായ റബ്ബിനോട് അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ പ്രസ്ഥാനത്തെ പരിശുദ്ധനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. കറകളഞ്ഞ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമൊക്കെ മുക്തമായിക്കൊണ്ട് പരിശുദ്ധമായ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ അണികൾക്കും അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.